ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗ്സ് ഓഫ് ഡി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കർണാടകത്തിൽ മൂകാംബിക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾ വരുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആ ക്ഷേത്രം മറ്റൊന്നുമല്ല, ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. നിങ്ങൾ മൂകാംബികയിലേക്ക് പോവുകയാണെങ്കിൽ പോകുന്ന വഴി കയറാൻ പറ്റിയൊരു നല്ലൊരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. മാത്രമല്ല, ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോഡ്ജും മറ്റ് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൂടെ പ്രഭാത ഭക്ഷണ അന്നദാനങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. കർണാടകത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. മാത്രമല്ല, മൂകാംബിക ക്ഷേത്രം പോലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ ദർശനം നടത്തുന്നൊരു ക്ഷേത്രം കൂടിയാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 9 ദ്വാരങ്ങളുള്ള ഒരു വാതിലിലൂടെയാണ് ഇവിടുത്തെ ഭഗവാന്റെ ദർശനം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് ഒരു മനോഹരമായ കുളമുണ്ട്. ഞങ്ങളിപ്പോൾ ആ കുളത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിയുടെ സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ കുളം നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ കുളത്തിൻ്റെ നടുവിലായിട്ടൊരു മണ്ഡപമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള അനുമതിയില്ല. നമുക്കിങ്ങനെ പോകുന്ന വഴി അത് നന്നായിട്ട് കാണാൻ കഴിയും. രഥോത്സവത്തിൻ്റെ ഒരു നാട് കൂടിയാണ് ഉടുപ്പി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് പര്യായോത്സവം. 2 വർഷത്തിൽ ഒരിക്കലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഈ ഉത്സവത്തിലാണ് പൂജാരികളുടെ സ്ഥാനം കൈയേൽക്കുന്നത്. ഉടുപ്പിയിലെ പടിഞ്ഞാറേ ഗോപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവിടെയാണ് കനകദാസൻ എന്ന ഭക്തന്റെ വിളി ഭഗവാൻ കേട്ടത്. കനകദാസൻ ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു. പക്ഷേ കൃഷ്ണനോടുള്ള ഭക്തിക്ക് അതൊരു തടസ്സമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണനെ ഭക്തിയോടുകൂടി വിളിച്ചുകൊണ്ട് അദ്ദേഹം നിന്നിരുന്നത് ഇവിടുത്തെ പടിഞ്ഞാറേ നടയിലായിരുന്നു. ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. അതുകൊണ്ട് തന്നെ ഭഗവാൻ സ്വയം തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് ദർശനം നൽകുകയും പടിഞ്ഞാറേ മതിലിൽ ഒരു വിള്ളൽ ഉണ്ടാവുകയും ചെയ്തു. ആ വിടവ് ഇന്ന് കനകകിണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. കനകൻ എന്ന ഭക്തന് ദർശനം നൽകുവാനായി ഭഗവാൻ തുറന്ന ജനൽ. ഇവിടെ കടകോൾ കൃഷ്ണനായിട്ടാണ് കൃഷ്ണൻ സാന്നിധ്യമാകുന്നത്. കടകോൾ കൃഷ്ണൻ എന്നാൽ വെണ്ണ കടയുന്ന കടകോൽ കയ്യിലേന്തി കൃഷ്ണൻ കടകോലും കയറും കയ്യിലേന്തി നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് 5 മണി മുതൽ 9:30 വരെയാണ്. വണ്ടി കൊണ്ടുവരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് നല്ല വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. മാത്രമല്ല, ബസ്സിലാണ് വരുന്നതെങ്കിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇനി ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്ക്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ നല്ല ചിത്രപ്പണികൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉടുപ്പിയിലെ ഭക്ഷണം വളരെ ടേസ്റ്റ് ഉള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അതുകൊണ്ട് ഉടുപ്പിന്നാവാം ഇത്തവണത്തെ ഉച്ചഭക്ഷണം എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളി ചോറ് ഓർഡർ ചെയ്തു കേട്ടോ. പറഞ്ഞ പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിലൂടെ പോകുന്നവർ എന്തായാലും ഉടുപ്പിയിൽ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ കൊച്ചു ബ്ലോഗ് ഇവിടെ തീരുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ സ്ഥലത്തെ കാഴ്ചകളുമായിട്ട് വരുന്നത് വരെ ബൈ.